അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത മാച്ചായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ കൊളംബിയ ആയിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മറ്റേൻ്റെ അടുത്ത പാർട്ടാണ് എന്നത് തുർക്കിയായിട്ട് നമ്മൾ 1-0 ജയിച്ചതിന് ശേഷം ഇപ്പോൾ കൊളംബിയ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുമെന്ന് നോക്കാം. അടുത്ത നമ്മൾ കൊളംബിയ ആയിട്ടാണ്. ഒരു അത്ര നല്ല ആൾക്കാരാട്ടോ ഗൈസ്, നല്ല കളിക്കാൻ തോപ്പിക്കാൻ പറ്റുന്ന ഇവിടെ ബോൾ എടുക്കാൻ ടഫാണ്. പറഞ്ഞില്ല നമ്മുടെ ബോള് പോച്ച് നമുക്ക് ഗോളിക്ക് കാശ് ദിവസം ഞാൻ ഗോളിൽ നിന്നുണ്ട് ഗോളടിച്ച് ചേച്ചി ഗോളിൽ നിന്നുണ്ട് ഒരു ഗോള് പിന്നെ സ്കോർ കണ്ട ഒറ്റയടിക്കാ ബോൾ എടുത്തോണ്ട് പോയാ. അയ്യോ പെട്ടെന്ന് പോയി. ഇന്നത്തെ പോലെ നമ്മൾ നമ്മൾ കുറെ കഷ്ടപ്പെട്ട് ഇതുപോലെല്ലാം അടിച്ചു തന്നെ അവർ മൊത്തമായിരുന്നു. അവരൊന്നടിച്ച് കണ്ടായി ബോള് പോയുണ്ട്. നല്ല പ്ലേസുവാ ബോള് ഞാൻ അടിച്ച് വാർത്തി കളഞ്ഞ. ഞാൻ അവരുടെ ബോള് കളഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ അത് എങ്ങനെ കഴിക്കലാക്കുന്ന ഒരു പിടി. ഹാഫ് ടൈം എന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല. എനിക്ക് നോക്കാം ബോൾ എടുക്കാൻ. അയ്യോ ഗൈസ് ഫൗളില്ലേ? മുന്നേ അടിച്ച് കടക്കുക. എന്തായിരുന്നു ഗൈസ് ക്ലാസ് എടുക്കാം. ഈ കളി നമ്മളെന്തായാലും തോക്കുമെന്ന് തോന്നുന്നു. കടപ്പം തോക്കുമെന്നാണ് എൻ്റെ കാൽക്കുലേഷൻ. വെച്ചേക്കുന്ന തോക്കുമെന്ന് പറയുന്നത്. ഒന്നടിച്ച് അവൻ അടിച്ചിട്ട് വീണ് ഗൈസ്. എടുക്കടാ ബോള്. പിന്നെ ബോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ബോൾ അടിക്കാം. സുഖമായിട്ട് അടിക്കുന്നു. നമ്മൾ തന്നെയല്ല എത്രയോ. പുറത്ത് ഷൂട്ട് കിട്ടിയപ്പോഴത്തേക്ക് എടുക്കുന്നു. കഷ്ടപ്പെട്ട് ബോൾ കിട്ടിയത് എൻ്റെ ടീമിൽ നിന്ന് കൊറോണ ഇറങ്ങിപ്പോവാണല്ലോ. അയ്യോ ഗായ്സ് ആരുടെയോ തലയൊക്കെ പിടിച്ചു.
നമ്മുടെ ടീമിൻ്റെ ഒന്നും അയ്യോ കറക്റ്റ് ടൈമിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നത്. പഠിച്ച് നടക്കുന്ന ഞാൻ പറഞ്ഞാണ് ക്ലിയർ അടിച്ച് വിടുന്നത്. ഫുൾ ടൈം ആയി ഗൈസ്. ഇനിയിപ്പോൾ എക്സ്ട്രാ ടൈം അല്ലെങ്കിൽ പെനാൾട്ടി എല്ലാം തരുമായിരിക്കും ഗൈസ്. എക്സ്ട്രാ ടൈം വന്ന് ഗൈസ്. നമുക്ക് നോക്കാം പറ്റുമല്ലോന്ന്. കിട്ടിയ മതി ഗൈസ്. നമുക്ക് ഇഷ്ടമാണ് പറയുന്നു അതും നമ്മൾ പറയാം. ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഗോൾ അടിക്കാൻ നോക്കാം. അയ്യോ ഗൈസ് ഇതെന്താ ഗൈസ് 1-1 തന്നെ. ഇനി പെനാൽറ്റി വന്നു ഗൈസ്. അല്ലാണ്ട് പണിയില്ല. ഓ ഗൈസ് ഒന്നടിച്ചിട്ട് നമ്മള് ഓക്കെ നമ്മളത് പിടിച്ചിട്ടുണ്ട്. അടിക്കണ്ടേ 2 അടിച്ചിട്ടുണ്ട്. നോക്കണ്ട. അയ്യോ ഗൈസ് ഇവർക്ക് 2 3 അടിച്ച് ഗൈസ്. നമുക്ക് 4 ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 ഇങ്ങോട്ടടിക്കും. അയ്യോ ഗൈസ് ഒരു ടോസ് കിട്ടുന്നു. നമുക്ക് ഇങ്ങോട്ടടിക്കാം ഗൈസ്. പിടിക്കുന്നു. പിടിച്ചു ഗൈസ്. ഗൈസ് അത് സമമാക്കാണ്ടിരിക്കാനാണ് നോക്കണ്ട. ഓക്കെ ഗൈസ് അതും പിടിച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ അടി ഗൈസ്. ലാസ്റ്റത്തെ ആണെന്ന് അറിയത്തില്ല. ഗൈസ് ലാസ്റ്റത്തെ നമുക്ക് ഇങ്ങനെ കളിക്കുന്നത്. ഓയോ ഗൈസ് അത് പിടിച്ചു ഗൈസ്. പൊന്നു ഗൈസ് ഇതടിച്ചാൽ പിന്നെയും പെനാൾട്ടി തന്നെ ആവും ഗൈസ്. ഇത് പിടിച്ചാൽ പിടിക്കാൻ വന്നു ഗൈസ്. എങ്ങനെയെങ്കിലും അയ്യോ ഗൈസ് 4-4 ഗൈസ്. എന്ത് കഷ്ടമായി ഗൈസ്. 5 അടിച്ചിട്ടുണ്ട് ഗൈസ്. എങ്ങനെയൊക്കെയോ എവിടെയെങ്കിലും നിർത്തിക്കോ ഗൈസ്. ഇവർക്ക് അവിടെ ലാസ്റ്റത്തെ നിന്ന് അടി ഇതോട് പിടിക്കണം. അവര് ഗോൾ അടിക്കണം. അത് ഗൈസ് ഒരു ഗോയ്സ് 5 ഗോയ്സ്. എന്ത് കഷ്ടമാണിത്. നമുക്ക് ഇങ്ങോട്ടടിക്കാം ഗോയ്സ്. അവരെ പിടിച്ച് ഗോളിന് വശമില്ലാത്ത എന്ത് ചെയ്യും ഗോയ്സ്.
ഫൈറ്റാണ്. കൈയൊക്കെ വിറക്കുക. നമ്മളെങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്കണം. നമ്മൾ പിടിച്ചിട്ടുണ്ട് ഗൈസ്. എങ്ങനെയൊക്കെയാ ഇങ്ങോട്ട് അടിക്കുന്നത്? അയ്യോ ഗൈസ്, അത് പുറത്തോട്ടോ ഗൈസ് പോയത്. എന്നാ കഷ്ടാണ്. ഇങ്ങോട്ടൊക്കെ അയ്യോ ഗൈസ്, കൊളംബിയ ജയിച്ചെന്ന് ഗൈസ്. ഈ വേൾഡ് കപ്പ് പോയി ഗൈസ്. ഇപ്പോൾ ഗൈസ് ഇന്നത്തെ ഇവിടെ ഇത്ര ഉള്ളപ്പോൾ അവർ ജയിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അടുത്താണ് ഞാൻ ഇതിൻ്റെ വേറെ പാർട്ട് 2 ആയിട്ടിടാം. അടുത്ത വേൾഡ് കപ്പ് നമുക്ക് പിടിക്കാൻ നോക്കാം ഗൈസ്. കാരണം ഈ വേൾഡ് കപ്പ് അവന്മാർ കൊണ്ടുപോയി ഗൈസ്. ഇപ്പോൾ നമുക്ക് കളിക്കാൻ ഇഷ്ടപ്പെട്ടായിരിക്കും. ലെറ്റാ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക.